കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ വരണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്നത്തെ കളഭാലങ്കാരം എന്താണ്, ആരാണ് ആ ശ്രീലകത്ത് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് വരുന്ന വഴിക്ക് കിഴക്കേ നടയിലുള്ള ആ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതി ഭഗവാനെ കാണുക, ദർശനം നേടുക, അനുഗ്രഹം വാങ്ങുക, അനുവാദം ചോദിക്കുക, പോരുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഗണേശനെ കണ്ട് വണങ്ങി പോരാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അവിടെയൊക്കെ നല്ല അലങ്കാരത്തിലായിരിക്കണം കേട്ടോ. കറുകമാല ഉണ്ട്, തുളസിമാല ഇട്ടിട്ടുണ്ട്. പുറത്തെ ഗണപതിക്ക് നന്നായിട്ടുള്ള ഒരു തെച്ചി മാലയുണ്ട്. അപ്പോൾ അവിടെ തൊഴുതു. ഇനി നമുക്ക് നേരെ ഗോപുരത്തിലൂടെ അകത്തേക്ക് വരാം. അപ്പോൾ ഗോപുരം കഴിഞ്ഞു, അകത്തെ നടയുടെ അവിടെ എത്താറായി. മാടം കയറുമ്പോൾ, വാതിൽപ്പടി കയറുമ്പോൾ ആ ശ്രീലകത്തേക്കൊന്ന് നോക്കുമ്പോൾ ശ്രീലകത്തെ ആ പൊന്നിൻ്റെ വിളക്കുന്നുള്ള ദീപം, നെയ്ദീപം കാണാനുണ്ട്, ശോഭ കാണാനുണ്ട്. വളരെ സന്തോഷമായിട്ടുള്ള അന്തരീക്ഷമാണ്. ഇനി എന്തായാലും നമ്മൾ മേൽപ്പത്തൂര് നാരായണീയം എഴുതിയ ആ സ്ഥലത്തേക്ക് നോക്കി അവിടെ നിന്ന് സ്മരിക്കുക അദ്ദേഹത്തെ. അതുപോലെ വലത്തെ സൈഡിൽ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണൊന്ന് കാണാം, അവിടെയും തൊഴാം. അങ്ങനെ തൊഴുത് അങ്ങനെ ആ വലത്തെ സൈഡിലൂടെ അങ്ങനെ നടന്നു വരുമ്പോൾ ശ്രീലകത്തെ ആ ഉണ്ണിയുടെ പാദങ്ങൾ കാണാണ്ട്, കാൽത്തളകളുണ്ട് ആ പാദങ്ങളിൽ. അങ്ങനെ പട്ട് കോണകെടുത്ത് വട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അരയിലെ അരമണിയുണ്ട്, കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ അത് കിങ്ങിണി ഇങ്ങനെ ആ കുമ്പയോട് ഒട്ടി കിടക്കുകയാണ്. അതുപോലെ കൈവളകളുണ്ട്, തോൾവളകളുണ്ട്, കാതിൽ പൂക്കളുണ്ട്, നല്ല പൊന്നിൻ്റെ ഗോപി തിലകമുണ്ട്. അതുപോലെ മാല, ഒരു വളയം പോലത്തെ സ്വർണ്ണമാല ഉണ്ട്. പിന്നെ ഒരു ചെറിയ മാലയും കൂടി ഉണ്ട് സ്വർണത്തിൻ്റെ. അതുകൂടാതെ തെച്ചിയും തുളസിയായിട്ടുള്ള ഒരു ഉണ്ടമാല, അതേപോലെ തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ള താമരയായിട്ടുള്ള ഒരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാലകളാണ്. അതുപോലെ പീലിത്തിരുമുടി ഉണ്ട്, പീലി ചാർത്തിയിട്ടുണ്ട് കളഭം കൊണ്ട്. ആ പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്. ആ തിരുമുടി മാലയായിട്ടും 2 ഉണ്ട്. ആ തെച്ചിയും തുളസിയുണ്ട്, തുളസിയും വെളുത്ത പൂവും ആ താമരയും കൂടി. അങ്ങനെയുള്ള ആ തിരുമുടിമാലയുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ മുഖത്ത് നമ്മളെ പുഞ്ചിരിച്ചിങ്ങനെ നിൽക്കുക. ആ വലത്തെ കയ്യിൽ വെണ്ണുരുളിയുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലും ഉണ്ട്. ഉരുള കഴിക്കണ ആ ഉണ്ണിയാണ്. വെണ്ണുരുള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ യശോദാമ്മ കുളിപ്പിച്ച് സുന്ദരനാക്കിയിട്ടേ ആ വെണ്ണുരുളൊക്കെ കൈ കൊടുത്തണ്ട. ഇനി എവിടേക്കും പോകരുത് ഉണ്ണി എന്ന് പറഞ്ഞിട്ടേ അവിടെ നിർത്തിയണ്ട. എവിടേക്കും പോകരുത്, കളിക്കാനൊന്നും പോകരുത്, വേറെ എവിടെയും പോകരുതേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രീലകത്തിങ്ങനെ നിന്ന് നമ്മളെയൊക്കെ, ആരൊക്കെയാണ് ഭക്തർ വരുന്നത്, അവരുടെ എന്തൊക്കെയാണ് വിഷമങ്ങൾ ഒക്കെ കേൾക്കാനായിട്ട് ആ പൊന്നുണ്ണി അവിടെ നിൽക്കുകയാണ്. ആ വെണ്ണക്കണ്ണനായിട്ട് ഇങ്ങനെ നിൽക്കണു. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുക. എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ തൊഴുത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുമ്പോൾ ആ ശ്രീലകത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോരുമ്പോൾ തിടപ്പള്ളിയിലേക്ക് നോക്കാം. തിടപ്പള്ളിയിലെ ഗണപതി ഹോമമൊക്കെ കഴിയുന്ന സ്ഥലമൊക്കെ കാണാം. അവിടെ നിന്ന് നോക്കിയിട്ട് തൊഴാം. അതുപോലെ സപ്തമാതാക്കളെ ഒന്ന് വന്ദിച്ച് ഇനി അകത്തെ ഗണപതിനെ, വിഘ്നേശ്വരനെ കാണാം. വിഘ്നേശ്വരനതാ നന്നായിട്ടുള്ള ആ ഗോളകയൊക്കെ ഇറക്കിയിട്ട് ഇങ്ങനെ ചന്ദനമൊക്കെ ചാർത്തിയിട്ട് കിരീടമൊക്കെ വെച്ചിട്ടുള്ള ഗണപതിയാണ്. നല്ലൊരു വെളുത്ത മാലയുണ്ട്, കറുകമാലയുണ്ട്, തുളസിമാലയുണ്ട്. അങ്ങനെ നന്നായിട്ടുള്ള തെച്ചി പൂവിൻ്റെയൊക്കെ മാലയിട്ട് നന്നായിട്ട് നല്ല ഇതിലാണ് കാണാനുള്ളത്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ കണ്ട് തൊഴുത് എത്തൊട്ട് ഇനി സരസ്വതി ദേവീനെ കാണുക.
സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെയും തൊഴുത് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ അടുത്ത ഗണപതിയുടെ വിഗ്രഹം കാണാം. അവിടെയുണ്ട് പൂവും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി മേൽശാന്തിന് അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ സാഷ്ടാംഗം നമസ്കരിക്കാം ആ തൃക്കോവിലിന് പുറകുവശത്തായിട്ട്. അവിടെ എല്ലാ കാര്യങ്ങളും പറയാനുള്ള സമയമുണ്ട്. അപ്പോൾ അവിടെ കിടന്ന് സുഖമായിട്ട് പറയാം, നമസ്കരിച്ച് പറയാം. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അനന്തപത്മനാഭസ്വാമി കണ്ട് തൊഴാം. അവിടെ വിധാനമായിട്ട് മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂവുണ്ട്, താമര ഉണ്ട്. അങ്ങനെ കണ്ട് തൊഴുത് ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് ആ കൃഷ്ണനെയും വീണ്ടും കാണാം. അതുപോലെ മുരുകനെ കാണാം. അതേപോലെ ആ ഹനുമാൻ സ്വാമീനെ കാണാം. ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴാം. ഇന്നിപ്പോൾ മാലയൊന്നും കാണാനില്ല, കുറച്ച് സിന്ദൂരമുണ്ട്. അപ്പോൾ കണ്ട് ആ സിന്ദൂരമൊക്കെ എടുത്ത് തൊട്ട് നേരെ ആ ഓവിൻ്റെ അവിടേക്ക് വന്ന് ഓവിൻ്റെ അവിടേക്ക് നിന്നൊന്ന് തൊഴുത് ഇപ്പുറത്തേക്ക് കടന്ന കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ നോക്കി തൊഴാം. താമരക്കണ്ണനെ കണ്ട് അതേപോലെ ആ കിണർ നോക്കാം, മണിക്കിണർ കാണാം. പിന്നെ നൃത്താറയിലേക്ക് നോക്കിയിട്ട് നൃത്താറയിൽ നോക്കി തൊഴാം. നമ്മുടെ കണ്ണൻ അവിടെ നിന്ന് നൃത്തം ചെയ്യുന്നു എന്നുള്ളതിൽ സങ്കല്പത്തിൽ നമുക്ക് അവിടേക്ക് നോക്കി തൊഴാം. കിടാവിളക്ക് അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നേരെ കുറൂരമ്മേനെയൊക്കെ കണ്ട് തൊഴുത് നാരദരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങി പ്രസാദമൊക്കെ വാങ്ങി ഇനി നമുക്ക് എടത്തരികത്തുകാവിലെ അമ്മേനെ കാണാൻ പോവാം. അങ്ങനെ എടത്തരികത്തുകാവിലെ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെയൊക്കെ അതാ കുറച്ചൊക്കെ തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ വളരെ നന്നായിട്ടുള്ള ആ അലങ്കാരം ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല ചന്ദനം കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് അമ്മേനെ ഇങ്ങനെ എന്താ കാണാൻ രസമെന്നറിയും. അപ്പം അമ്മേനെ കണ്ട് നിറയെ പൂക്കളാണ് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോരുമ്പോൾ മമ്മിയൂരപ്പനെ കാണാം. മമ്മിയൂരപ്പനെ കണ്ടിട്ട് ഓം നമഃശിവായ 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 എന്നിങ്ങനെ പറഞ്ഞ് പഞ്ചാക്ഷരി ജപിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ കൊടിമരമൊക്കെ കാണാം. അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ഒന്നുകൂടി നമുക്ക് ആ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ പെണ്ണക്കണ്ണനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാമല്ലോ. ഒന്നുകൂടി കണ്ട് ഒന്ന് ചാടി നോക്കിയാൽ കാണാം. ഈ തമിഴ് സ്വാമിമാരുടെയൊക്കെ തിരക്കുണ്ട്. അപ്പം എന്നാലും അവിടെ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് അവർ കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ എന്നാലും നമുക്കൊന്ന് ചാടി നോക്കിയാൽ കാണാം. അങ്ങനെ ഇങ്ങോട്ട് പോരുമ്പോൾ ആ കൂത്തമ്പലത്തേക്ക് നോക്കിയാൽ കൂത്തമ്പലം കാണാം, കിടാവിളക്ക് കാണാം. അവിടെ ഈ പറഞ്ഞ മാതിരി വൈകുന്നേരമാണ് അങ്കുലിയാങ്കം കൂത്ത് അരങ്ങേറുക. അത് 12 ദിവസം, ഇനിയിപ്പോൾ 3-4 ദിവസം കൂടി ഉള്ളതുകൊണ്ട് ഏകാശിയോടനുബന്ധിച്ച് അത് തീരും. അപ്പോൾ അത് കാണാം. വൈകുന്നേരം വരുന്ന ആളുകളൊക്കെ അത് കാണാൻ ശ്രമിക്കുക. കൂത്തമ്പലത്തിൻ്റെ അവിടെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അയ്യപ്പസ്വാമീനെ കാണാൻ പോവാം. അയ്യപ്പസ്വാമിയുടെ അവിടെയൊക്കെ ധാരാളം സ്വാമിമാരുണ്ട്. അപ്പുറത്തൊക്കെ കെട്ടുന്നറിയും എല്ലാം ഉണ്ട്. അയ്യപ്പസ്വാമീനെ കണ്ട് നന്നായിട്ടായിരിക്കണം, നല്ല അലങ്കാരത്തോടെ കൂടിയിട്ട് തന്നെ ഇരിക്കണം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെ പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ നടയിലേക്ക് എത്താം. പടിഞ്ഞാറ നടയിൽ നിന്ന് ആ ദീപസ്തംഭത്തിലെ കണ്ണനെ കാണാം, കൊടിമരത്തിലെ കണ്ണനെ കാണാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അങ്ങനെ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം നമ്മളെല്ലാവരും ദർശിച്ചു. എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ വന്ന് ഗുരുവായൂരപ്പനെ കണ്ട പോലെയാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. നാരായണ നാരായണ നാരായണ.